ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ടുവച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛന്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തതെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശാ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മുമ്മയുടെ കയ്യിൽ നിന്നും ഇരുന്ന് വാങ്ങിയ കാശാ. പക്ഷെ ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗർ പഠിച്ചുകൂടിയ ആയിരക്കണക്കാറ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കിൽ ആ കാശുകൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശുകൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശുകൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം. അള്ളാഹിനോട് ധൈര്യത്തോടുകൂടി പറയാൻ, അല്ലാഹുവേ, നീ തന്ന പൊരുത്തത്തോടുകൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി, ആ ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ്. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി. അതിൽപ്പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ. അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ഉഷാർ ബാക്കവിയോട് വന്നിട്ട് പറയും, ഉസ്താദേ, കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ജുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയും, ജീവിക്കണം. അതിന് എന്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. ഞാൻ പറയും, എന്ത് ക്ലാസ്സാ? ഓഡിറ്റോറിയത്തിൽ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അള്ളാണെ ചെന്നിരുന്ന് കൊടുക്കരുത്. ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയിനിൽ പങ്കുചേർന്നിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ആദ്യം 15,000 രൂപ വെച്ച് 3 മാസം അടയ്ക്കുക. എത്രയായപ്പോ? എന്നിട്ട് 3 വർഷം വരെ കാത്തിരിക്കുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ 50,000ന്റെ ചെക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കിപ്പോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും. പാവപ്പെട്ട ഭർത്താവിനോട് പറയും, ഇക്കാ, കാശുണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, സൈനബാടെ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ, ശുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ, അതുകൊണ്ട് നോക്കണ്ട, ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണടി. എടി, ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാ. ഉടനെ ഈ പെണ്ണ് പറയും, മൊയ്ലിയാരതൊക്കെ പറയും, മുസ്ലിയാരതൊക്കെ പറയും, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? മൊയ്ലിയാര് വന്ന് വീട് വെച്ച് തരോ? മുസ്ലിയാര് മക്കളൊക്കെ ചെലവ് കൊടുക്കോ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമായ പൈസയുടെ പങ്കുചേരൽ ഈ സമുദായം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ. അതുപോലെ 1 നുള്ള് കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമോ?
ഒരു പവന് സ്വർണത്തിന്റെ വിലയാ. ഒരു പവന് സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് ഒരു നുള്ളു കഞ്ചാവിന്റെ വിലയെങ്കിൽ. ഒരു പവന് സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലടിഞ്ഞു കൊടുക്കാൻ ഒരു മാലയ്ക്ക് വേണ്ടി, ഒരു വളയ്ക്ക് വേണ്ടി, ഒരു കമ്മലിന് വേണ്ടി, ഒരു സ്വർണത്തിന്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്ദാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ, നമ്മുടെ മക്കളോ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിന്റെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില ഒരു പവന് സ്വർണത്തിന്റെ വിലയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കുടിച്ചു കൂത്താടുന്ന, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന മാരകമായ വിഷം കഴിക്കുന്ന സമുദായത്തിന്റെ ചെറുപ്പക്കാര് ചിന്തിച്ചോ മോരെ, കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ ഇതിന് പവറുണ്ട്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ ഇതിന് പവറുണ്ട്, കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവൻ പാവപ്പെട്ട യത്തീം കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു 15 രൂപ, ഒരു 50 രൂപ ഹദ്ദാദ് നഗറിലെ സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന, ഓലപ്പുര ചോർന്നൊലിക്കുന്ന, ഓലപ്പുരയ്ക്കകത്ത് കഴിയുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മയതാ ഒരു 50 രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, മക്കളെ 50,000 കൊടുക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ ഉമ്മച്ച് പട്ടിണിയാണ്, ഉമ്മാടെ മക്കളൊക്കെ രോഗിയാണ്, അതുകൊണ്ട് 7 പെമ്മക്കളെ കെട്ടിക്കുമ്പോ ഈ 50 രൂപ ഉമ്മാടെ സ്വതക്കയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തമുള്ള 50 രൂപയുടെ ബറക്കത്ത് പറഞ്ഞറിയിക്കാ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് സമ്പാദിക്കുക? ഹലാലായ രീതിയിൽ നിന്ന് സമ്പാദിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടമാണ്. ഇനി ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ആ സൈഡ് വഴി വന്നാലും മദ്രസയുടെ മുകളിലിരിക്കും. കുറച്ചുപിടിക്കണം. മദ്രസയുടെ മുകൾ ഭാഗത്തിരിക്കാൻ സൗകര്യമുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ല, സുഖമല്ലേ, ബാൽക്കണിയല്ലേ, സുഖമായിട്ട് അവിടെ ഇരിക്കാം. KL 60B33 ഇന്നോവ കാർ ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നടക്കൂലേ ഇത്. എല്ലാവരും ദ്വാരക്കണം എൻ്റെ ശബ്ദത്തിന് വേണ്ടി. അത് പറയാനായിട്ടന്ന് വന്നേ, പ്രസംഗിക്കാൻ വന്നതല്ല. നിങ്ങൾ ഇത്രയും ജനങ്ങളെ കൊണ്ട് നാളെ കൊല്ലമ്പാടി, മറ്റന്നാൾ കൊല്ലമ്പാടിയിലെ സരസിലുള്ള ജനങ്ങളെ കൊണ്ടും ദുആ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. ഇത്രയും ജനങ്ങൾ വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. അവരൊക്കെ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്തൊരു സംഭവം, സുബ്ഹാനല്ലാഹ്, ഞാൻ തൊണ്ട അടച്ച് ജുമാ പ്രസംഗവും അവരിവിടെ സംഘാടകരുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന സംഘാടകരുടെ ഉണ്ടെങ്കിൽ വാത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടേ പോകാം. ഒരു 3-4 ചെറുപ്പക്കാര് തിരുവനന്തപുരം പള്ളിയിൽ വന്നു, കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാ. അവര് വന്നിട്ട് കുറച്ച് പത്രത്തിന്റെ കട്ടിങ്ങാണ് ആദ്യം കൊണ്ട് തന്നത്. അതിൽ മുഴുവനും ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോയാണ്. 50,000, 25,000, 30,000, 40,000 രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോ. എന്നിട്ട് അതിൽ മനസ്സലിയിക്കുന്ന, ഏത് ഉസ്താദും ഡേറ്റ് കൊടുത്തു പോകുന്ന ഒരു കത്തും, ഏത് ഉസ്താദ് വായിച്ചാൽ എപ്പോൾ ഡേറ്റ് കൊടുക്കും, ആ രീതിയിൽ ഒരു കത്തും എഴുതി കൈ കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം അവരോട് ചൂടായി ദേഷ്യപ്പെട്ടു. കാരണം ഇവിടെ ഒന്നാള് മുങ്ങി ഇരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കാസർഗോഡെന്ന് പറഞ്ഞാണ്ടല്ലോ, മുക്കിന് വാളു ഇതിൽ എന്നോടെന്റെ പെണ്ണുമുള്ള ചോദിച്ച കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടിയെന്ന. കാസർഗോഡ് ആര് വിളിച്ചാലും കാസർഗോഡെന്നാ ഫുൾ ടൈം 24 മണിക്കൂറും കാസർഗോഡ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ കാസർഗോഡ് ജില്ലയെന്നാണ് വന്നു പറഞ്ഞപ്പോ എനിക്ക് ആ ദേഷ്യം വന്നു. കാരണം ഒന്നാമത് പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ വീണ്ടും പുതിയതെങ്ങനെ കൊടുക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വായിക്കാതെ ഞാൻ വായിച്ചു, പിന്നെ ബാഗിനകത്ത് വെച്ചു. ജുമാ കഴിഞ്ഞ് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ, കൽബ് പൊട്ടിപ്പോയി. ആ മക്കള് പാവപ്പെട്ടവരെടുത്തു പോയിട്ട് 50, 100, 250, 500 വാങ്ങിയിട്ട് ക്യാൻസർ രോഗം പനി പടരുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം, ആ ഭാഗത്തെ രോഗികൾക്ക്
അവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു. 3, 4, 10, 50 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പാവപ്പെട്ടവരുണ്ട് ഉസ്താദേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. ഉസ്താദ് ഒരു ദിവസം വന്ന് ഒരു ബക്കറ്റ് കളക്ഷനെങ്കിലും നടത്തിയിട്ട് ആ രോഗികൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമെന്ന് കണ്ണീരോട് അതിന്റെ ഇടയിൽ എഴുതിയിട്ടവരെഴുതുന്നു. രോഗമാണ് ഉസ്താദേ, ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. നമ്മുടെ മക്കൾ തെണ്ടാൻ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഉസ്താദ് പരിഗണിക്കണമെന്ന് കണ്ണീരോട് കൂടി പറഞ്ഞത് കാസർഗോഡ് ജില്ലയുടെ മാലിക് ദീനാർ എന്ന് പറയുന്ന രാജകുമാരൻ കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മക്കളാണെന്ന് പറഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോകണ്ട. പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണെന്ന് അല്ലാഹ് ചോദിച്ചാൽ പണക്കാരന് കൂട്ടുകാർ ധാരാളം കാണും. പലിശക്കാരൻ പെട്ടെന്ന് വളരും. അവൻ 10,000 രൂപ പലിശയ്ക്ക് കൊടുത്തവൻ 10 മാസം കഴിയുമ്പോ 10 ലക്ഷം രൂപയുടെ ഉടമയായി മാറുകയാണ്. ആഖിറത്തിന്റെ ദുഃഖമാണ്, പരലോകത്തിന്റെ ദുഃഖമാണ്. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു വതതലകാഹുൽ മലായിക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു, ഏറ്റവും വലിയ വേദന അവരെ തടയുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വേദന എവിടെയാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരലോകത്തിലാ. ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താടച്ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ അല്ലാഹ് പറയുന്നു, ആ സമയത്ത് ഞാൻ പരലോകത്തിന്റെ എല്ലാ കാടിന്റെ